പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഏത്തപ്പഴം ഒന്നുമില്ലാതെ നമുക്ക് നല്ലൊരു ഏത്തയ്ക്ക അപ്പം ഉണ്ടാക്കിയാലോ? നമുക്കപ്പം നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു പഴമാണ് കേട്ടോ നമ്മളിവിടെയൊക്കെ വാഴയ്ക്കപ്പം എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ഈ ഒരു പഴത്തിന് പല പേരുകളാണ് പല സ്ഥലങ്ങളിലൊക്കെ. നമ്മുടെ ഇവിടെയൊക്കെ ചാരപ്പൂവൻ, ചാമ്പപ്പൂവൻ എന്നൊക്കെ പറയും. പിന്നെ ചില സ്ഥലത്ത് അയ്യംനിരങ്ങി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരും. വിത്തുകൾ നമ്മളിടുമ്പോൾ തന്നെ വലിയ കുലയും ആയിരിക്കേ. ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പഴുക്കുകയും ചെയ്തു. ഭയങ്കരമായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര മധുരമായിരിക്കും. നമുക്കത് ഭയങ്കരമായിട്ട് അത് കഴിക്കാൻ തോന്നത്തില്ല. പുട്ടിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ ഒരു പരുവമാണ് നമ്മൾ വാഴയ്ക്കപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ അധികമായിട്ട് പഴുക്കാത്തതും എന്നാൽ അത്യാവശ്യം നല്ല മധുരമുള്ള ടൈപ്പാണ്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം ഒരുമാതിരി നല്ല കട്ടിയായിരിക്കും. ഇനി നല്ല നേർത്തതായിട്ട് വേണം നമുക്കിത് അരിഞ്ഞെടുക്കാനായിട്ട്. ഇത് ചിപ്സ് ഉണ്ടാക്കാൻ നല്ലതാണ്. നല്ല നേരിയതായിട്ട് അരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ബജി ഉണ്ടാക്കാനും എല്ലാം നല്ലതാണ്. പണ്ട് നമ്മളിത് ചിപ്സൊക്കെ ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു. അപ്പം ഏത്തക്ക അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ ഒരു പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ നമുക്കിതും കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓട്സ് ഒക്കെ കാച്ചി കുടിക്കുമ്പോഴും ഒരു പഴമൊക്കെ അരിഞ്ഞിട്ട് കുടിച്ചാൽ നല്ലതാണ്. പണ്ട് നമ്മൾ ഒത്തിരിയും ചിപ്സൊക്കെ ഇത് വെച്ച് ഉണ്ടാക്കി വെക്കുമായിരുന്നു. കാരണം ഇത് മൂത്ത് കിട്ടാൻ കുറച്ച് പാടാണ്. ഏത്തക്ക പോലെ പെട്ടെന്നങ്ങ് മൂത്ത് കിട്ടത്തില്ല. കുറച്ചും കൂടി നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ലോണം അങ്ങനെ മൊരിയിച്ചെടുത്താലേ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഒരു ബേസിനിലേക്ക് ഞാനിതുപോലെ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരിപ്പൊടി, അതും കൂടി ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് എപ്പോഴും ചേർക്കുന്നത്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണേ. ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കട്ടയൊന്നും കെട്ടാതെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവമാണ്. ദോശമാവൊക്കെ ആയിപ്പോയാൽ ഭയങ്കരമായിട്ട് അങ്ങ് അയഞ്ഞു പോവും. ഇഡ്ഡലി മാവെന്ന് പറയുമ്പം അതിൻ്റെ അത്രയും കട്ടി വേണ്ട, ഒരിച്ചിരി ഒരു അയഞ്ഞ പരുവം വേണം. ചെറിയൊരു ലൂസും കൂടെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വറുത്തെടുക്കുമ്പം മാവ് ഭയങ്കര കട്ടിയായിരിക്കും. അതുകൊണ്ടാണ്. അപ്പം ഇതുപോലൊരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ വിസ്ക് കൊണ്ടോ ഒന്നുമില്ലെങ്കിൽ കൈ കൊണ്ടോ ഇതുപോലെ കട്ടയൊന്നും കെട്ടാതെ മാവ് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു ലൂസ് ബാറ്ററായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു ഇച്ചിരിയും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പം ഇതുപോലെ പ്രത്യേകിച്ച് നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം, കുറിക്കണം എന്നൊക്കെ തോന്നും. അപ്പം ഇതുപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു മുട്ട കൊണ്ട് ചെയ്യാമെന്നുള്ളൊരു സ്നാക്കൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഉണ്ടൻ പൊരിയുടെ ഇട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ കുറേ നല്ല നല്ല റെസിപ്പീസൊക്കെ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ സോഡാപ്പൊടി എന്നതിൽ ചേർക്കത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 മണി ജീരകം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇനി ആ പഴം നമ്മൾ മുക്കിയ ഉടനെ നമ്മൾ മാവിലേക്ക് എണ്ണയിലേക്ക് ഇടരുത്. ഇതേപോലെ ഒരു മാവിലിട്ടിട്ട് ഒന്ന് കുഴച്ചിങ്ങനെ എടുക്കണേ. പക്ഷേ പഴം മുറിഞ്ഞു പോകരുത്. നല്ല ശ്രദ്ധിച്ച് നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായിട്ട് വേണം ചെയ്യാനേ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് തിരിച്ച് മറിച്ച് അങ്ങ് ഇട്ട് കൊടുത്ത് നമ്മൾ തട്ടുകടലയൊക്കെ കണ്ടിട്ടില്ലേ, ഒരു വലിയ പാത്രത്തിനകത്ത് മൈദാമാവ് ഇതേപോലെ കുഴച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് തന്നെ ഇങ്ങനെ ഏത്തക്ക പഴം ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് ഇടും. എന്നിട്ട് അതിനകത്ത് തന്നെ എടുത്തിടുവാണേ. അപ്പോൾ എണ്ണയൊക്കെ നമ്മൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ ഞാൻ 1-2 ഉണ്ടെങ്കിൽ ഇട്ട് നോക്കിയത്. അപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോ പഴവും ഇതുപോലെ മാവിനകത്ത് മുക്കിയതിന് ശേഷം തിരിച്ച് മറിച്ച് ആക്കിയിട്ട് നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. നമ്മളിത് പഴം ഇടുമ്പോഴത്തേക്കും ഹൈ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ നമ്മൾ മീഡിയത്തിലും പിന്നെ സിമ്മിലും ഒക്കെ ആക്കിയിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് വേണം പതുക്കെ ഇങ്ങനെ ഒന്ന് മൊരിയിച്ചെടുക്കാനായിട്ട്. അപ്പം ഇതേപോലെ പരന്ന പാത്രത്തിൽ നമുക്കിത് ഇടാൻ എളുപ്പമാണ്. പക്ഷെ മറിച്ചിടാൻ കുറച്ച് പാടാണ്. അതിനെപ്പോഴും നമുക്ക് സൗകര്യം മറ്റേ ചീനിച്ചട്ടിയൊക്കെയാണ് കേട്ടോ. ഇതുപോലത്തതിനകത്തിട്ട് തിരിച്ച് മറിച്ചിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടത്. പൊടിഞ്ഞൊന്നും പോകാതെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ച് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പരന്നത് എടുത്തതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ ഏത്തപ്പഴം ഈ ഒരു മാവിനകത്ത് മുക്കിയിടുമ്പം കാണാനും ഒരു ഭംഗിയായിരിക്കും. അതിങ്ങനെ നിരന്ന് കിടക്കുമ്പം ഒരേപോലെ വേവ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പഴംപൊരിയും ബീഫും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് വേണമെങ്കിലും ബീഫൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിലും
ആ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ബാച്ചൊക്കെ ഞാൻ വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം അടുത്തൊരു ബാച്ചും കൂടി ഇട്ടിട്ട് തിരിച്ച് മറിച്ചും ഇങ്ങനെ മൊരിയിച്ചെടുക്കുവാണ്. ഇത് കരിഞ്ഞു പോകരുത്. നമ്മളിത് വാങ്ങാൻ നേരത്ത് തീ കുറച്ച് കൂട്ടി വെച്ചേക്കണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എണ്ണ പിടിക്കും. അതുകൊണ്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ്. അത് വേണ്ടാന്ന് ഉള്ളവർക്ക് മൈദ മാത്രം ചേർത്താലും മതി. അപ്പോൾ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ്. അരിപ്പൊടി മാത്രം വെച്ച് നമുക്ക് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാം. മൈദ അൺഹെൽത്തി ആണെന്നൊക്കെ തോന്നുന്നെങ്കിൽ, പക്ഷേ ആ ഒരു ഏത്തയ്ക്കാപ്പം നമ്മൾ ചൂടോടെ തന്നെ കഴിക്കണം. തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായി പോകും. പക്ഷേ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ബാക്കി വരുന്ന മാവിൽ ഒരിച്ചിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഏത്തയ്ക്കാപ്പത്തിനേക്കാളും ടേസ്റ്റ് കൂടുതലും അടിപിടി കൂടുന്നതും അതിന് വേണ്ടിയിട്ടാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം വേറൊരു വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.